ജപ്പാൻകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം മത്സ്യങ്ങളാണല്ലോ. ഈ മത്സ്യങ്ങളെ നമ്മളെപ്പോലെയല്ല ഇങ്ങനെ ഫ്രീസറിൽ വെച്ചതും ഐസ് ഇട്ടതുമായ മീനുകളല്ല, മറിച്ച് പിടയ്ക്കുന്ന മീനുകൾ അവർക്ക് വേണം. ജീവനോടെ മീൻ പിടിച്ച് കറി വെച്ച് കഴിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഉൾക്കടലിൽ നിന്ന് മീനുകൾ പിടിച്ച് കര വരെ ജീവനോടെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനെ മീനുകൾ ചാകാതെ കരവരെ എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ആലോചിച്ചത്. പല മാർഗങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ തെരഞ്ഞു. പക്ഷെ എല്ലാ മാർഗങ്ങളും ഒരുതരം പരാജയങ്ങളായിരുന്നു. അവസാനമായ ഒരു കാര്യം ചെയ്ത് ബോട്ടിലാണല്ലോ മീൻ കൊണ്ടുവരിക. ആ ബോട്ടിൽ വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ട് ആ ടാങ്കിൽ വെള്ളം നിറച്ച് പിടിക്കുന്ന മീനുകളെ ഈ വെള്ളത്തിലിട്ട് കരയെ വരെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തി. പക്ഷെ കരയിലെത്തിയവർ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ബഹുഭൂരിപക്ഷ മീനും അപ്പോഴും ചത്തിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഇതുപോലെ മീനുകൾ പിടിച്ച് ടാങ്കറിലിട്ട് അവരിങ്ങനെ ജീവനോടെ കൊണ്ടുവരാൻ, പരമാവധി മീനുകളെ ജീവനോടെ കൊണ്ടുവരാൻ വേഗത്തിൽ ഇങ്ങനെ കരയിലെത്തുന്നുണ്ട്. ഇങ്ങനെ കരയിലെത്തിയപ്പോഴാണ് അവർ നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. ഈ പ്രാവശ്യം ഇതാ ഒരൊറ്റ മീൻ പോലും ചത്തിട്ടില്ല. എന്തായിരിക്കും മീനുകൾ ചാകാതിരുന്നത്? അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കൂട്ടത്തിൽ ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു സ്രാവ് മീനുണ്ട്. അതാണ് അതിന്റെ കാരണം. മറ്റു മീനുകളെല്ലാം ഈ സ്രാവിന്റെ വായിൽ അകപ്പെടാതിരിക്കാൻ ഈ ടാങ്കിലായ നിമിഷം മുതൽ ഇങ്ങനെ പരക്കം പായിച്ചിലായിരുന്നു. ജീവന് വേണ്ടിയിട്ടുള്ള പിടച്ചിലുകളായിരുന്നു. ഈ ജീവന് വേണ്ടിയിട്ടുള്ള പിടച്ചിലുകൾ കൊണ്ട് നിരന്തരം അത് ചലനാത്മകമായതുകൊണ്ട് ഇതാ അതിന്റെ ജീവനുകൾ നഷ്ടപ്പെടാതെ അത് കരയിൽ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതവുമായി നല്ല ബന്ധമുണ്ടല്ലേ? ഇന്ന് നമ്മൾ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇങ്ങനെ സുഖത്തോടെ ആയിരിക്കുന്നതിന്റെ കാരണം ഇന്നലകളിൽ ചില പരക്കം പാച്ചിലുകൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതിബന്ധങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി കൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളും അതിന്റെ പീഡാസഹനങ്ങളുമെല്ലാം നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായി മാറുന്നത്. ആ കഷ്ടപ്പാടുകളാണ് നമ്മുടെ നിത്യജീവന്റെ വാതായനങ്ങൾ തുറക്കുന്നതിന് കാരണമാകുന്നത് എന്നതുകൂടി കൊണ്ടല്ലേ? അതെ, ഇന്നത്തെ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ആ കഷ്ടപ്പാടുകളെ അതിജീവിക്കാനുള്ള നിങ്ങളുടെ പിടച്ചിലുകളും നാളത്തെ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്.